ആക്ച്വലി ഉണ്ണി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. കാരണം ഒരിക്കലും ഉണ്ണി റിയൽ ലൈഫിൽ ആൾക്കാരുടെ മുന്നിലുള്ള ഒരു ഉണ്ണിയല്ല. ശരിക്കും ഉണ്ണീനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഉണ്ണിയോടുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോകും. കാരണം എൻ്റെ ഫാമിലി തന്നെ ഉണ്ണി മൂന്നെന്ന് പറയുമ്പോൾ വേറൊരു മൈൻഡിലാണ് കണ്ടിരുന്നത്. ഇന്നവരെല്ലാവരും ഉണ്ണിയുടെ ഫാൻസാണ്. ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പലർക്കും ആക്ച്വലി. അല്ലെങ്കിൽ ഞാനൊരിക്കലും ഉണ്ണീനെ പോലത്തെ ഒരാളായിട്ട് ജെല്ലാവില്ല. ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പലർക്കും ആക്ച്വലി. അല്ലെങ്കിൽ ഞാനൊരിക്കലും ഉണ്ണീനെ പോലത്തെ ഒരാളായിട്ട് ജെല്ലാവില്ല. ഈ ഉണ്ണിമുകുന്ദൻ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണെന്നും ഉണ്ണിമുകുന്ദൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്നുമൊക്കെ ഈ പറയുന്ന മാർക്കോയുടെ നിർമ്മാതാവ് ഷെരീഫ് അദ്ദേഹം പറഞ്ഞു കേട്ടു. ഉണ്ണി എവിടെയാ തെറ്റിദ്ധരിക്കപ്പെട്ടത്? ഉണ്ണി എന്തോ പറഞ്ഞിട്ടാണ് ഇത്ര തെറ്റിദ്ധാരണ വന്നത് ഇവർക്കൊക്കെ? അദ്ദേഹം നെറ്റിയിൽ കുറി തൊടുന്നതോ? അദ്ദേഹത്തിന്റെ വിശ്വാസം എങ്ങനെയാ മോശമാവുന്നേ? ഇന്ത്യ മഹാരാജ്യത്ത് അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണ്, ഞാനൊരു ഹനുമാൻ ഭക്തനാണ് എന്ന് പറയുന്നത് വർഗീയവാദമാണോ? അത് ഇതര മതവിരോധമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മുസൽമാൻ അദ്ദേഹത്തിന്റെ സഹ മതസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ അഭിവാദ്യ വചനം എന്ന് പറയുന്നത് പോലും തന്നെ പ്രാർത്ഥന പോലെ എന്തോ അല്ലേ? അത് കേട്ടുകൊണ്ട് നമുക്ക് അത് മോശമാണെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അതേ സമയത്ത് ഒരുത്തൻ ജയ് ശ്രീറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സായിറാം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹൈന്ദവ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന തലയിൽ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രയോഗം നടത്തി കഴിഞ്ഞാൽ ആ നിമിഷം എതിർക്കപ്പെടേണ്ട ആൾക്കാരാണ്. അവരൊക്കെ മതവിരോധികളാണ്, അല്ല വർഗീയവാദികളാണ്, മതേതര വിരുദ്ധരാണെന്ന് എങ്ങനെയാ പറയുന്നത്? ഇതൊക്കെ മോശമല്ലേ? ഇതൊക്കെയാണ് പോങ്ങനെ ഇരുന്ന് നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പോങ്ങനെ പിടിച്ച് എല്ലാവരും കൂടി വർഗീയവാദിയാക്കി. ഞാൻ മതേതരനാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ സംസാരിച്ചത്. ഇതാണ് ഷെയ്ന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ഷെയ്ൻ ആ സാഹചര്യത്തില് അങ്ങനെ ഊംഫി എന്ന് പറയുന്ന പ്രയോഗത്തിലേക്ക് എത്തിയ സാഹചര്യം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ആ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനലിലെ ആ അവതാരകയുടെ അറിവില്ലായ്മയിൽ നിന്നോ അതല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇപ്പൊ ജയഗണേഷ് ഇപ്പം സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ അങ്ങനെ ഭയങ്കരമായ ഒരു കെമിസ്ട്രി ഒന്നും ഓൺ സ്ക്രീൻ ഇല്ല. അങ്ങനെ ഒരു ലവ് ട്രാക്ക് ആ സിനിമയിൽ ഇല്ല ബേസിക്കലി. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഉണ്ട്? സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ കണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഇല്ല ഞങ്ങളുടെ ക്യാരക്ടേഴ്സിന് സിനിമയിൽ. അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഇല്ല എന്നും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് മഹിമ ഈ അവതാരകയോട് ചോദിക്കുകയും കൂടി ചെയ്തപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ അവരവരുടെ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംസാരം നടത്തുന്നത്. അതായത് പക്ഷെ എനിക്ക് ബേസിക്കലി മഹിമ ഉണ്ണിമുകുന്ദൻ കോമ്പാണ് കൂടുതൽ ഇഷ്ടം. അവിടം തൊട്ടാണ് ഇത് പ്രശ്നമുണ്ടാവുന്നത്. അത് ഒരു സാധാരണ ഒരു ലിറ്റിൽ ഹാർട്ട് ഉള്ള ഒരാളിൽ നിന്ന് സംഭവിക്കുന്ന പ്രതികരണം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ. വാസ്തവത്തിൽ ഒരു സിനിമയെ ആ നടന്റെ രാഷ്ട്രീയമോ ആ നടന്റെ മതമോ വെച്ചുകൊണ്ട് അതിനെ സമീപിക്കുന്ന, സിനിമയെ സമീപിക്കുന്ന ഒരു രീതി അടുത്ത കാലത്തായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കാൻ, അങ്ങനെയൊക്കെ അളക്കാൻ നമ്മളൊക്കെ നിർബന്ധിതരായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അളക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് പോയിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാവണം എന്നില്ല. അത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ശക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഷെയ്ൻ നിഗത്തിനെ അദ്ദേഹത്തിന്റെ പാട്ടിന് വിടുക. അദ്ദേഹത്തിന്റെ വിവരദോഷങ്ങൾക്കൊപ്പം ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. മറ്റൊരു കാര്യവും കൂടി പോങ്ങൻ കാണുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു വലിയ കൂറ്റൻ ഒരു കാർ എടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം 3 കോടിക്ക് മേലെയാണ് ഈ കാറിന്റെ വില വരുന്നത്. മലയാളം സിനിമയിൽ ഇപ്പം മമ്മൂട്ടി ആൻഡ് ഷെയ്ൻ നിഗമിന്റെ മാത്രമാണ് ഈ വണ്ടി ഉള്ളത്. അത് സ്വന്തമാക്കിയതിന്റെ പേരിൽ EMI അടവുണ്ടെന്നാണ് അന്ന് പറഞ്ഞു കേട്ടത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം പിതാവൊക്കെ നഷ്ടപ്പെട്ട് സ്വന്തം കുടുംബത്തെ സ്വയം നോക്കി നടത്തേണ്ട ഒരു അവസ്ഥയിലുള്ള ഒരാളല്ലേ. ജീവിച്ചു പോയിക്കോട്ടെ, ഹെൽപ്പ് ചെയ്യാം ബ്രോ, എല്ലാരും ഹെൽപ്പ് ചെയ്യുക. EMI ഒക്കെ അടയട്ടെ. നമ്മൾ ഇത് കുറച്ച് 2 ദിവസം കഴിയുമ്പോ എന്താന്ന് പറയുക, ഈ ഹോൾഡ് ഓവറിന് ഒരു സീൻ വരും. ആൾക്കാര് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അതിന് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു സിനിമാ നടന്റെ വണ്ടി CC പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു കേൾക്കുന്നത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അത് ആർക്കായാലും അത് അങ്ങനെയൊന്നും പറ്റരുത്. ഒരു മനുഷ്യനും അത് സംഭവിക്കരുത്. അത് നടനായതുകൊണ്ടല്ല, നമ്മൾ ആർക്കും അത് സംഭവിക്കരുത്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അതൊരു നല്ല അവസ്ഥയൊന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചു പോയിക്കോട്ടെ. സിനിമകൾ വിജയിച്ചാൽ മാത്രമല്ലേ അദ്ദേഹത്തിന് മൂല്യമുണ്ടാവുള്ളൂ. മൂല്യമുണ്ടെങ്കിൽ മാത്രമല്ലേ EMI അടയ്ക്കാനുള്ള വക അദ്ദേഹത്തിന് കിട്ടുള്ളൂ. അതല്ലാതെ തലയിൽ കെട്ടുണ്ട് സുഡാപ്പിയാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുവോ? ഒന്നുമില്ലെന്നേ. അങ്ങനെയൊന്നും വിചാരിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. ഇത് മുഴുവൻ കച്ചവടമാണ്. മിടുക്കന്മാർ മാത്രമേ ഇതിൽ നിന്ന് അതിജീവിച്ചു പോകുള്ളൂ. ഷെയ്ൻ നിഗം ആ നിലയിൽ മിടുക്കനായിട്ടുള്ള ഒരാളൊന്നുമല്ല. അത്ര കച്ചവട ബുദ്ധി ഉണ്ടെന്ന് വിചാരിക്കാനും കഴിയില്ല. കുറച്ച് വിവരദോഷം, കുറച്ച് സാമാന്യ ബോധത്തിൻ്റെ കുറവ്, കുറച്ച് അഹമ്മദി, കുറച്ച് കുന്നായ്മ,
ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പാവമായിട്ടാണ് പോങ്ങനെ തോന്നിയിട്ടുള്ളത്. കുറ്റമല്ല പറയുന്നത്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം. എന്തായാലും ഷെയ്ൻ എന്നല്ല, എല്ലാവരും നന്നായി ഇരുന്നോട്ടെ. ഇതൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആരെയും പരിഹസിക്കാൻ പാടില്ല, ആരെയും നിന്ദിക്കാൻ പാടില്ല. ആര് ആരാകുമെന്നും ആരൊക്കെയായി മാറുമെന്നും ആരൊക്കെ ആവില്ല എന്നും എത്രത്തോളം ഉയരുമെന്നും എത്രത്തോളം തളരുമെന്നും നമ്മൾ നോക്കേണ്ട. ഒരാളുടെ സ്ഥാനവും ഒരാളുടെ പദവിയും വെച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരാളുടെ വളർച്ചയും ഒരാളുടെ സാമ്പത്തിക ശേഷിയും അയാളുടെ സ്വാധീനവും നോക്കിക്കൊണ്ടല്ല ഒരാളെ അംഗീകരിക്കേണ്ടതും ആദരിക്കേണ്ടതും. ഉണ്ണി മുകുന്ദനെ അധിക്ഷേപിച്ചവർ തന്നെ ഇന്ന് അദ്ദേഹത്തെ ആഘോഷിക്കുമ്പോൾ ഉണ്ണി മുകുന്ദന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വിജയം നേടിയ ഒരാളായതുകൊണ്ട് മാത്രമാണ്. ഷെയ്ൻ നിഗത്തെ ഇപ്പോൾ അധിക്ഷേപിക്കുന്നത് അദ്ദേഹം വിജയം നേടാത്ത അല്ലെങ്കിൽ പരാജയപ്പെട്ട ആളുകളുടെ കൂടേക്ക് മാറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ്. അതുകൊണ്ട് പരിഹസിക്കാൻ നിൽക്കാൻ പാടില്ല പരാജയപ്പെട്ടവരെ. വിജയിച്ചവരെ അനാവശ്യമായി പ്രശംസിക്കുകയും വേണ്ട. വിജയവും പരാജയവും ഒക്കെ മാറിയും മറിഞ്ഞും വരും മനുഷ്യ ജീവിതത്തിൽ. അതുകൊണ്ട് വിജയികളെ നോക്കിക്കൊണ്ട് വാഴ്ത്താനും പരാജിതരെ നോക്കി ഇകഴ്ത്താനും നിൽക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഞാൻ എന്നും അല്പം ദുർബലരായിട്ടുള്ള ആളുകളോടൊപ്പം ചേർന്നാണ് നിൽക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും അതാണ്. പണ്ട് ഉണ്ണി മുകുന്ദൻ ആരാലും ശ്രദ്ധിക്കപ്പെടാതെയോ അതല്ലെങ്കിൽ അത്ര കണ്ട് വിജയം നേടാത്ത കാലത്ത് ഉണ്ണി മുകുന്ദനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ പാൻ ഇന്ത്യൻ സ്റ്റാറാണ്, സൂപ്പർ സ്റ്റാറാണ്. സ്വാഭാവികമായിട്ടും തളർന്നു പോയിരിക്കുന്ന ഷെയ്ൻ നിഗമാണ്. ആ തളർച്ച സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ മാറ്റം വരുത്തും എന്നുള്ള ഉറച്ച വിശ്വാസവും പോകുന്നുണ്ട്. സംസാരിച്ച് ഒരുപാട് സമയമായി എന്ന് തോന്നുന്നു. 10 മിനിറ്റ് കൊണ്ട് നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തിയോട് സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കൂപ്പ് കൈകളോടുകൂടിയുള്ള ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന യാചന തീർച്ചയായിട്ടും എൻ്റെ മനസ്സിനെ ഒന്ന് സ്പർശിച്ചു. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിഹാസിയെ അദ്ദേഹം ഉപയോഗിച്ച പരിഹാസ പദത്തിൻ്റെ പുരുഷ രൂപമായി അദ്ദേഹം സ്വയം സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ദാരുണമാണ്. തീർച്ചയായിട്ടും ഊംഫി എന്ന് പറയുന്ന പരിഹാസ പദത്തിന്റെ ആൾരൂപമായിട്ടാണ് ഇന്ന് മലയാളികൾക്ക് മുന്നിൽ ഷെയ്ൻ നിഗം നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സത്യം, ആ ഒരു ബോധ്യം തീർച്ചയായിട്ടും എനിക്ക് സങ്കടമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹജീവി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് സങ്കടമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എങ്കിലും എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവരും വിജയിക്കട്ടെ. നമ്മളുടെ കുറ്റം പറയാനുള്ള, നമ്മളുടെ വാസനയെ നമുക്ക് അടക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളുടെ കുറ്റങ്ങളെയും നമ്മളുടെ കുറവുകളെയും നമ്മൾ എങ്ങനെ അംഗീകരിക്കുന്നോ, ക്ഷമിക്കുന്നോ, സഹിക്കുന്നോ, പൊറുക്കുന്നോ, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും കൂടി സഹിക്കാനും പൊറുക്കാനുമുള്ള ആ ഒരു സഹിഷ്ണു ബുദ്ധി നമുക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ സമാധാനപൂർണ്ണമായിട്ട് നമ്മളുടെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമ ജീവിതം നമുക്ക് നയിച്ചു പോകാം. അവിടെയും നമുക്ക് നല്ലൊരു സഹജീവികളായി സഹജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് കേട്ടുമുട്ടാം. വളരെ സന്തോഷം. എന്നാലുവേ ഒരു പരിഹാസി താൻ ഉപയോഗിച്ച പരിഹാസ പദത്തിൻ്റെ പുരുഷരൂപമായി സ്വയം സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ച, അതാണ് ഷെയ്ൻ നിഗത്തിലൂടെ നമ്മൾ കണ്ടത്. ഊംഫി. അതെ.